നിക്കാഹുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ നിക്കാഹ് ലളിതമായി നടക്കുന്ന നിക്കാഹാണ്. കാട്ടിക്കൂട്ടലുകളുള്ള നിക്കാഹല്ല, ആർഭാടങ്ങളുള്ള നിക്കാഹല്ല, എളുപ്പമുള്ള ലളിതമായ നിക്കാഹുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഏറ്റവും ഉത്തമമായ നിക്കാഹ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്നൊക്കെ നടക്കുന്ന പേക്കൂത്തുകൾ നിക്കാഹ് മാത്രല്ല, എല്ലാ ചടങ്ങുകളും എല്ലാവർക്കും ഒരു ഭാരമാണ്. ദീൻ അങ്ങനെ വെച്ചിട്ടില്ല. എത്രയാണ് പണത്തിന്റെ പേരിൽ ആളുകൾ പ്രയാസപ്പെടുന്നത്. ചില നാട്ടുനടപ്പുകൾ. ദീൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം, ഉള്ളതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാ. ഈ കാട്ടിക്കൂട്ടലുകൾ അതിലേക്ക് വരുമ്പോഴാണ് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. മക്കളെ കെട്ടിച്ചു വിട്ടാലും പോരാ, ആ കെട്ടിച്ചു വിട്ടതിന് ശേഷം അവരുടെ വീട് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലങ്ങളിലും പ്രയാസമാണ്. ചില നാട്ടുനടപ്പുകൾ, അതിന്റെ പേരിൽ സ്ത്രീ പീഡനങ്ങൾ, വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, എന്താണ് അങ്ങനെ, എന്താ ഇങ്ങനെ, ഒന്നും ദീന് പറയുന്നതല്ല. ദീന് എളുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഹർ കൊടുക്കുന്നതിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ കഴിയുന്ന രൂപത്തിൽ എത്രയാണോ നിനക്ക് മഹർ കൊടുക്കാൻ കഴിയുക, മഹർ മിസ്ലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അവളെ പോലത്തെ ആളുകൾക്ക് എത്രയാണോ മഹർ നൽകാറുള്ളത്, ആ മഹർ കൊടുക്കാൻ കഴിയുന്നവർ അത് കൊടുക്കുക. അല്ലെങ്കിൽ കഴിയുന്നത് എത്രയാണോ അതിനനുസരിച്ചുള്ള മഹർ കൊടുത്തിട്ടാണ് കല്യാണം കഴിക്കേണ്ടത്. ഏറ്റവും ലളിതമായ നിലക്ക് കല്യാണം നടത്തുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, മാ ഖുയ്യിറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അംറൈനി ഖത്തു ഇല്ലാ അഖദ ഐസറഹുമാ മാ ലം യകുൻ ഇസ്മാ. രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നുപെട്ടു. രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഓപ്ഷനായി നിൽക്കുകയാണ്. വേണമെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ ഇത് ചെയ്യാം. അങ്ങനെ രണ്ട് ഓപ്ഷൻ വന്ന് നിൽക്കുന്ന സമയത്ത് ഏറ്റവും എളുപ്പമായ കാര്യമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്തിട്ടില്ല. ഫഇൻ കാന ഇസ്മൻ കാന അബ്അദൻ നാസി മിൻഹു. തെറ്റല്ലാത്ത കാര്യമാണെങ്കിൽ, രണ്ടും നല്ല കാര്യങ്ങളാണ് എങ്കിൽ ഏറ്റവും എളുപ്പമായ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുക്കാറുള്ളത്. തെറ്റായ കാര്യമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് വിദൂരത്താവുമായിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പങ്കുവെക്കുന്നത് കാണാം. അപ്പൊ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തുകളിൽ, അമലുകളിൽ പെട്ടതാണ്.